ഓണച്ചെലവുകൾക്കായി കേരളം ഇന്ന് 1500 കോടി രൂപ കടമെടുക്കും. വായ്പ 21 വർഷത്തെ കാലാവധിയിലാണ് വായ്പ എടുക്കുന്നത്. 5000 കോടി ആവശ്യപ്പെട്ടെങ്കിലും 4200 കോടി രൂപ കടമെടുക്കാനാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രം അനുവാദം നൽകിയത്. വിവരങ്ങളുമായി മേഘന ചേരുന്നു. മേഘന, 5000 കോടിയാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതിൽ കുറവാണ് ഇപ്പോൾ കാലാവധി കടമെടുക്കാൻ ലഭിക്കുക. എന്തൊക്കെയാണ് വിവരങ്ങൾ? കേന്ദ്ര സർക്കാരുമായി കേരളം ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ടടക്കം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളും വാഗ്വാദങ്ങളും സുപ്രീം കോടതിയിൽ കേസുകളടക്കം നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അനുമതി അല്ലെങ്കിൽ 4000 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത്. അത് കേരളത്തിന് വലിയ തരത്തിൽ ആശ്വാസമാകും. ഈ ഓണക്കാലത്ത് വലിയ തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സമയത്ത് കേരളത്തിന് വലിയ തരത്തിൽ ആശ്വാസമാകുന്ന രീതിയിൽ ഈ കടമെടുപ്പ് മാറുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ മുന്നേ തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ അടക്കം പ്രതികരിച്ചത് ഇത്തവണത്തെ ഓണം സുഭിക്ഷമായിരിക്കുമെന്നുള്ളതാണ്. അതായത് പരമാവധി സഹായങ്ങൾ പ്രതിസന്ധികൾക്കിടയിലും ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. അതിനായി ഈ ഒരു 4000 കോടി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് 5000 കോടി രൂപയാണ്. പക്ഷേ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് 4000 കോടിയാണ്. അതിൽ ഒരു അവ്യക്തത, അതായത് കേരളം ആവശ്യപ്പെട്ട രീതിയിലുള്ള ഒരു വായ്പാ പരിധി ഉയർത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ 4000 കോടിയിൽ നിന്ന് 1500 കോടി ഇന്ന് മാത്രമായി കടമെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിലൂടെ ഈ ഓണച്ചിലവ്, അതായത് കേരള സർക്കാർ 20,000 കോടിയിലധികം രൂപ ഓണച്ചിലവായി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് ഉപയോഗിക്കാൻ കഴിയുന്നത് ഉത്സവ ഭത്യ അടക്കമുള്ള ബോണസും ക്ഷേമ പെൻഷനും അടക്കമുള്ള ഈ മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ വിതരണം ചെയ്യേണ്ടതുണ്ട്. അതിനായി ഈ ഒരു തുക ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഈ ഓണച്ചിലവ് കണ്ടെത്താൻ കേരളം വലിയ തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തകളടക്കം വന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വരുമ്പോൾ ഇന്നലെ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുള്ള ഈ കത്ത്, അതായത് കടമെടുക്കാൻ അനുമതി നൽകിക്കൊണ്ട് ഇന്നലെ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുള്ള കത്ത് കേരളത്തിന് വലിയ തരത്തിൽ ഉപയോഗപ്രദമാകും. കൂടാതെ ഈ സുപ്രീം കോടതിയിൽ അടക്കം ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ടും കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടും വാദങ്ങളടക്കം നടക്കുന്നുണ്ട്. അതിൽ ഒരു തീരുമാനമുണ്ടായാൽ ഇനിയും കേരളത്തിന് അനുവദിക്കേണ്ട തുക ലഭ്യമാകും, അല്ലെങ്കിൽ അത്തരത്തിൽ കേന്ദ്രം അനുമതി നൽകുമെന്നുള്ളത് തന്നെയാണ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നത്. അതിൽ ആകെ കേരളത്തിന് കടമെടുക്കാൻ പറ്റുന്നൊരു അനുമതി എന്ന് പറയുന്നത് പബ്ലിക് അക്കൗണ്ടിലെ തുകയടക്കം കേന്ദ്രത്തിൽ ഒരു കടമെടുപ്പ് പരിധിയിൽ വരും. അങ്ങനെ ആകെ കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാൻ പറ്റുന്ന ഒരു തുക എന്ന് പറയുന്നത് 37,512 കോടിയാണ്. ഇതിൽ 2253 കോടി രൂപയാണ് ഡിസംബർ വരെ കടമെടുക്കാൻ പറ്റുന്ന പരിധി. ഇത് മുഴുവനായും കേരളം കടമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ കേരളം കേന്ദ്രത്തിനോട് അനുമതി തേടിയിട്ടുള്ളത് ഒരു മുൻകൂർ കടമെടുപ്പ് പരിധി, അതായത് ജനുവരി മുതൽ മാർച്ച് വരെ കടമെടുക്കേണ്ട തുകയിൽ നിന്ന് 5000 കോടി രൂപ ഒരു മുൻകൂറായി കടമെടുക്കാനുള്ള ഒരു അനുമതിയാണ് കേന്ദ്രത്തിൽ നിന്ന് തേടിയിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഇപ്പോൾ 4000 കോടി രൂപ കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുമതി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അത് എത്രയാണ് ഇപ്പോൾ കടമെടുക്കാനുള്ള പരിധി ഉയർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് മാനദണ്ഡം എന്നുള്ള കാര്യങ്ങളിലൊന്നും ഒരു അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. അത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ നിന്ന് 1500 കോടി, അനുവദിച്ച 4000 കോടിയിൽ നിന്ന് 1500 കോടിയാണ് ഇപ്പോൾ കേരളം കടമെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അത് വലിയ തരത്തിൽ കേരളത്തിന് വലിയ ലാഭമുണ്ടാക്കുമോ, അല്ലെങ്കിൽ വലിയ തരത്തിൽ കേരളത്തിന് ഗുണമുണ്ടാകും കാര്യമാണോ എന്ന് ചോദിച്ചാൽ അത് ഇന്നലെ KN ബാലഗോപാൽ അടക്കമുള്ളവർ നിഷേധിക്കുകയുണ്ടായി. കാരണം വലിയ തരത്തിൽ ഈ കോടതിയിൽ കേസിന് പോയപ്പോഴും, അല്ലെങ്കിൽ ഈ കിഫ്ബിയിൽ നിന്ന് എടുക്കേണ്ട വായ്പാ പരിധികളടക്കം കുറച്ച് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലൂടെ ഈ ഒരു കടമെടുക്കാനുള്ള പരിധി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ധനമന്ത്രി അടക്കം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു ഓണച്ചിലവ്, അത് വലിയ തരത്തിൽ ദൂർത്തായി അടക്കം വിമർശിക്കപ്പെട്ടേക്കാവുന്ന ഒരു ഓണച്ചിലവ് എന്ന രീതിയിലാണ് ഈ 2000 കോടി രൂപയുടെ ചെലവ് വരുന്നത്. ആ ചെലവിൽ ആണ് ഇപ്പോൾ 4000 കോടി ഉപയോഗിക്കപ്പെടുന്നത്. ബാക്കി ഈ സാലറി ചലഞ്ച് അടക്കമുള്ളവ, അല്ലെങ്കിൽ നികുതി വരുമാനം അടക്കമുള്ളവയിൽ നിന്നായിരിക്കും ബാക്കി ചെലവുകൾ, അത് ക്ഷേമ പെൻഷൻ അടക്കം കൊടുത്തു തീർക്കാനുള്ള ചെലവുകളായി സർക്കാർ ഉപയോഗിക്കുന്നുണ്ടാവുക. ശരി മേഘന.